അപ്പോൾ ഇന്ന് നല്ല അടിപൊളി റെസിപ്പീസൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കഞ്ഞി വെക്കാം കേട്ടോ. നമ്മൾ സാധാരണ പൊടിയരി വെച്ചാണ് കഞ്ഞി വെക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ മില്ലറ്റ് വെച്ചാണ് കേട്ടോ. നമ്മുടെ തിനയരിയും അതുപോലെ നമ്മുടെ കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തിനേരി എടുത്തതിൻ്റെ പകുതി നമ്മൾ കൈമ റൈസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതിലേക്കൊരു 4 വെളുത്തുള്ളിയും ഒരു 2 ചെറുള്ളിയും പിന്നെ കുറച്ച് ആശാളി എടുത്തിട്ടുണ്ട്. അത് നല്ല തണുപ്പാണ് കേട്ടോ ഈ ആശാളിയൊക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ചുക്ക്, ഒരു സ്പൂൺ ഉലുവ, ഇത്രയും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. പിന്നെ വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോമോസിനൊക്കെ ഒരു പകരക്കാരൻ അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഒരു രീതിയിലുള്ള എണ്ണയോ മൈദയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു രീതിയിലുള്ള എണ്ണ എന്ന് വെച്ചാൽ 1 സ്പൂൺ എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതിട്ട് കൊടുത്തു, കുറച്ച് വെളുത്തുള്ളി, മല്ലിയില, കുരുമുളക് പൊടി. വെളുത്തുള്ളി അതൊന്നും അത്ര വഴറ്റേണ്ട കാര്യമൊന്നുമില്ല, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ സവാള ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി, അത്രയും തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ചിക്കൻ എല്ലില്ലാത്തത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ആക്കിയിട്ടുള്ള നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുകയാണേ. ഒരുപാട് വഴണ്ടും കാര്യങ്ങളൊന്നും പോകണ്ടാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ മാറ്റി കൊടുക്കുകയാണേ. ഒരു സ്പൂൺ ഉള്ളി ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ നമ്മുടെ ചിക്കൻ, അത് നമ്മൾ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് ഒന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ആ ചിക്കന് ഇങ്ങനെ വേവാണ്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനൊന്ന് വേവിച്ചിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ആ ഒരു സവാളയിലേക്ക് ഡയറക്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, ഒരു തൃപ്തി ഇല്ലായ്മ കുറവ് കൊണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു തൃപ്തി കുറവ് വരും. അപ്പോൾ അത് കാരണം ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് വഴറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത് അരച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്ക് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് കൊടുക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കന്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. വെളുത്തുള്ളി, മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ മസാല ആയിട്ട് നമ്മൾ ചേർക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ സവാളയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കൂട്ട് എന്ന് പറയുകയാണെങ്കിൽ. മോമോസൊക്കെ പോലെ കഴിക്കാൻ പറ്റുന്നതാണ്, മൈദയോ എണ്ണ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, സൂപ്പറാണ്. അതുപോലെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മയോണൈസ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെജ് മയോണൈസ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തത്. മയോണൈസ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് നമ്മളുണ്ടാക്കുന്ന മുട്ട പുഴുങ്ങിയിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ, അതാണേലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യുക, അത് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് ക്യാബേജാണ്. ക്യാബേജോ അല്ലെങ്കിൽ ലെറ്റൂസോ നമുക്ക് എടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ക്യാബേജ് ആണെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കഴിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ തൈറോയിഡിന് ഇത് അത്ര പറ്റൂല എന്നാണ് പറയുന്നത്, എന്നാലും കുറച്ചൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആദ്യത്തെ ഭയങ്കര ഹാർഡായിട്ടുള്ള ആ ഒരു ഇലയൊക്കെ നമുക്ക് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് അകത്തുള്ള ഒരു നല്ല പോർഷൻസ് മാത്രം എടുത്താൽ മതി. ഒരു ഫുൾ ക്യാബേജായിട്ട് എടുക്കുകയാണെങ്കിൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗം ഞാൻ വേറെ ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് എല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് വേവിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് ഒന്ന് പിന്നെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്താ പറയുക, മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും കഴിയുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചെയ്യേണ്ടത് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ള ഓരോ ഇലയും നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2-3 ഇട്ട് അത് മാറ്റിയിട്ട് ഞാൻ അടുത്തത് ഇട്ടപ്പോൾ കുറച്ചൊന്ന് ചൂട് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു 3 മിനിറ്റൊക്കെ ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ തന്നെ ആയി കിട്ടും കേട്ടോ. ഇതൊന്ന് നമ്മളെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തളർന്നിരിക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു ഹാർഡ്നെസ് മാറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആവണം, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്യാബേജ് ലീഫ് എല്ലാം ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം.
ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത്രയും കാണിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും എന്താ നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സ്റ്റീമറിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ക്യാബേജിൻ്റെ ഒരു ലീഫ് എടുത്ത് കൊടുക്കാം. ഒത്തിരി ഹാർഡായിട്ടുള്ള ആ ഒരു താഴ്വശം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം, കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ ഒരു തടി ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പുറകിൽ നിന്ന് നൈസായിട്ടൊന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും കേട്ടോ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ആ തടി ഭാഗത്തിൻ്റെ അവിടെ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇത് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ കട്ടി കൂടിയ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും, പൊട്ടിയൊന്നും പോവില്ല കേട്ടോ. ഇതുപോലെ സെറ്റായിട്ടിരുന്നോളും, ഒട്ടിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല രീതിയിൽ ഇതുപോലെ നമുക്കങ്ങ് പൊതിഞ്ഞെടുത്താൽ മതി. ഈസിയാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിലും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മടക്കിയിട്ടെടുക്കാം. കട്ടിയുള്ള ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ആ ഒരു ലാസ്റ്റ് ഭാഗം വരുമ്പോൾ അതിങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരുന്നോളും കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ ഈ മുറിച്ച് കഴിഞ്ഞതായതുകൊണ്ട് 2 ഇലയായിട്ടൊക്കെ വരില്ലേ, അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് സാധാ പോലെ തന്നെ മടക്കിയെടുക്കാം കേട്ടോ. സൈഡിൽ നിന്ന് പൊട്ടിപ്പോവോ ഇടക്കുന്ന് പൊട്ടിപ്പോവോ അങ്ങനെ ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പമാണ്, മൈദ കുഴക്കുകയും വാട്ട് ഒന്നും വേണ്ട, ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുത്ത് ഒരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കുറച്ച് സോസും കൂടെ ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ചൂടോടെ അങ്ങനെ കഴിക്കണം. മോമോസ് കഴിക്കുന്ന അതേപോലെ തന്നെ ചൂടോടെ കഴിക്കാം. ഈ ഒരു സോസ് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മുട്ടേൻ്റെ മയണൈസ് ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങിയിട്ട് അതാണേലും മതി കേട്ടോ. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തു, അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മുളക് പൊടി, കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരിത്തിരി മയോണൈസും കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കുറച്ച് ഒരു വെറൈറ്റി ആക്കാനും ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടും ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് സോയാ സോസ് നമ്മുടെ ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാം, അല്ലെങ്കിൽ മയോണൈസിൽ മുക്കി കഴിക്കാം, നല്ല ചൂടോടെ കഴിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. നമ്മൾ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ആവശ്യാനുസരണം എടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് വീണ്ടും വീണ്ടും എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിതുപോലെ നമ്മൾ സോസിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇഫ്താറിൻ്റെ ഇന്നത്തെ ഐറ്റംസ്. ജ്യൂസ് ഉണ്ടായിരുന്നു, അവൽ ജ്യൂസാണ് കേട്ടോ. പിന്നെ ലീലാത്ത കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു റോള്. പിന്നെ ഒരല്പം 2-3 സമൂസ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും വെള്ളവും മാങ്ങയും തണ്ണിമത്തനും. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും ഇത് മോമോസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നതൊക്കെ. അപ്പോൾ സമൂസയും ഇതൊക്കെ ആയിട്ട് ഇന്ന് കുശാലായിരുന്നു നോമ്പ് പറ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇതാ പള്ളിയിൽ നിന്നാണെങ്കിൽ ബിരിയാണിയും കിട്ടിയിട്ടാ. പിന്നെ ഞാൻ കടയിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ഉമ്മി കഞ്ഞിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അതിൻ്റെ കാണിക്കാഞ്ഞത്. പിന്നീട് ഒരു ദിവസം ഫുള്ളായിട്ട് കാണിക്കുമ്പോഴത്തേക്കിനും ഇടാട്ടാ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ഉഷാറായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ദുആകളിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.